ആ എന്നാ ഞങ്ങൾ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നതാ, കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇവിടെ പ്ലാസ്റ്റിക് ഒന്നുമില്ല ചേച്ചി. അതൊക്കെ ഉള്ള അപ്പ കത്തിച്ച് കളയത്തില്ലേ. പിന്നെ ഇതൊക്കെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റൂ? പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇത് കത്തിക്കുന്ന നിങ്ങൾക്ക് ഈ അയൽപക്കക്കാർക്കും ഈ പ്രകൃതിക്കും ഒക്കെ ദോഷമാണെന്നറിയില്ലേ? പിന്നെ നിങ്ങൾക്ക് ഇതൊക്കെ കൊണ്ട് കുടിച്ചു മൂടാനല്ലേ? പഞ്ചായത്തുകാർ കാശുണ്ടാക്കാനായിട്ട് ഓരോ വേലയായിട്ട് ഇറങ്ങിക്കോളും. മനുഷ്യനെ മെനക്കെടുത്താൽ നിങ്ങളൊന്ന് പോ പെണ്ണുങ്ങളെയൊന്ന്. ചേച്ചി അയാളോട് ഒത്തിരി സംസാരിക്കാൻ നിൽക്കണ്ട, ആ ഗോപ മെമ്പറെ വിളിക്ക്. ആ സ്മിതേ. ഹലോ മെമ്പറെ. എന്നാ പറഞ്ഞു? മെമ്പറെ, ആ പഞ്ചായത്ത് കുളത്തിനടുത്തുള്ള ഷാജിയുടെ വീടില്ലേ, അവിടെ വരെ ഒന്ന് അത്യാവശ്യമായിട്ട് വരണം. ഞാനിവിടെ ജലനിധിയുടെ ഒരു വർക്ക് നിൽക്കുക. ഇച്ചിരി തിരക്കാ. എന്നാ പറഞ്ഞു? മെമ്പറെ, ഞങ്ങളിന്ന് പ്ലാസ്റ്റിക് കളക്ട് ചെയ്യാൻ ഇറങ്ങിയതായിരുന്നേ. ഇവിടെ ഒരു വീട്ടിൽ വന്നപ്പോൾ ഇല്ലേ, അവർ പ്ലാസ്റ്റിക് തരുന്നുമില്ല, പക്ഷെ കത്തിച്ചു എന്ന് പറഞ്ഞ് വളരെ ധാർഷ്ട്യത്തോടുകൂടി ഞങ്ങളോട് പെരുമാറുക. മെമ്പർ വന്നേ പറ്റൂ. അത് കുഴപ്പമില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. മെമ്പർ ഇരി. എന്നെ പേടിപ്പിക്കാനായിട്ട് ഇവർ വിളിച്ചു വരുത്തിയായിരിക്കും അല്ലേ? എടാ ഷായി, എന്നതാ നീ എന്നത്തിനെ ഉടക്കാൻ നിൽക്കുന്നേ? അല്ല, ഉള്ള കാര്യം പറഞ്ഞ തന്നെ. ഞാൻ ഇപ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടല്ലേ എനിക്ക് കൊടുക്കാൻ സൗകര്യമില്ല. ഞാൻ കത്തിച്ച് കളഞ്ഞോളാം. എടാ, കത്തിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ വിഷയമാ. നീ ഒന്ന് മിണ്ടാതിരിക്കേ, അത് ഞാൻ മാനേജ് ചെയ്തോളാം. സ്മിതേ, നിങ്ങളിപ്പോൾ പോക്കോ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. പറ മെമ്പറേ. ഷായിയേ, നാളെ എന്നാ പ്രോഗ്രാം? എന്തെങ്കിലും തിരക്കുണ്ടോ? അങ്ങനെ നാളെ തിരക്കൊന്നുമില്ല മെമ്പറേ. നാളെ നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട്. താനും കൂടെ ഒന്ന് വരണം. പോയേക്കാലോ. എന്നാലും ഓക്കെ, നമുക്ക് നാളെ കാണാം. വണ്ടി ഞാൻ എടുത്തോളാം. ആയിക്കോട്ടെ. ഇതൊരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ വീടാണ്. പുള്ളി ഡെയിലി പ്ലാസ്റ്റിക് കൂട്ടിയിട്ട് കത്തിക്കുമായിരുന്നു. അതുവഴി ചെറിയൊരു പണി കിട്ടി. ലെൻസെ ക്യാൻസറാണ്. ഈ അടുത്ത കാലത്താണ് തിരിച്ചറിഞ്ഞത്. പോകുന്ന വഴിക്ക് പുള്ളി ഒന്ന് കാണിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇതുവഴി കൊണ്ടുവന്നു. വാ, നമുക്ക് വേണമെങ്കിൽ പുള്ളി ഒന്ന് കണ്ടിട്ട് പോവാം. വേണ്ട മെമ്പറേ, കാണണ്ട, നമുക്ക് പോയേക്കാം. ഷാജി, ഇതേതാ സ്ഥലമെന്ന് മനസ്സിലായി? ഇതാണ് MCF, നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നാണ് വേർതിരിക്കുന്നത്. വാ, നമുക്കൊന്ന് കാണാം. പഞ്ചായത്തിൽ നിന്നെടുക്കുന്ന എല്ലാത്തരം അജൈവ പാഴ്വസ്തുക്കളും ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ തരംതിരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നു. ക്ലീൻ കേരള ബ്ലോക്കിലെ RRFൽ വെച്ചോ കമ്പനിയുടെ ഗോഡൌണിൽ വെച്ചോ ബെയിൽ ചെയ്യുകയും അതിൽ പുനഃചംക്രമണ സാധ്യതയുള്ളത് റീസൈക്ലിങ്ങിനായി കമ്പനികൾക്ക് കൈമാറുകയും ചെയ്യുന്നു. നിഷ്ക്രിയമായവ ശാസ്ത്രീയ സംസ്കരണത്തിനായി സിമന്റ് ഫാക്ടറികൾക്ക് കൈമാറുന്നു. വലിച്ചെറിഞ്ഞ് മനുഷ്യനും പ്രകൃതിക്കും ദോഷമുണ്ടാക്കുന്ന എല്ലാത്തരം പാഴ്വസ്തുക്കളും പുനഃചംക്രമണം ചെയ്യുകയും അതുവഴി ഹരിതകർമ്മസേനയ്ക്ക് വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്നു. GPS ട്രാക്കിംഗ് വാഹനങ്ങൾ ഉപയോഗിച്ച് പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനാൽ ക്ലീൻ കേരള കമ്പനിക്കും പഞ്ചായത്തുകൾക്കും അവ ട്രാക്ക് ചെയ്യുവാനും കൃത്യമായി അവ സംസ്കരണത്തിനായി എത്തുന്നുണ്ടോ എന്ന് അറിയുവാനും സാധിക്കും. മെമ്പറെ, തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാൻ വൈകിപ്പോയി. അത് നേരെ തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ ആ തെറ്റിലേക്കൊരു മടക്കം ഉണ്ടാവില്ല. അത് ഞാൻ ഉറപ്പ് തരാം. ഷാജി, ഒരാളെങ്കിലും ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയല്ലോ, അത് മതി. എന്നാൽ ശരി മെമ്പറെ, രാവിലെ ഇറങ്ങിയല്ലേ, കയറട്ടെ. ശരിയെന്നാ മെമ്പറെ, ഇനി മുതൽ ഹരിതകർമ്മസേനയുടെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ, മുമ്പിൽ തന്നെ കട്ടയ്ക്ക്.